Hi Carrots and welcome back to my channel. Carrots 2026 ആദ്യ നോട്ടിഫിക്കേഷൻ വന്ന് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആയിരുന്നു. അതേ രീതിയിൽ തന്നെ ആദ്യം എക്സാം കംപ്ലീറ്റ് ആയിരിക്കുന്നതും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ആണ്. നമ്മൾ ഏത് എക്സാം എഴുതിയാലും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കാര്യമല്ല, ഡിഫൻസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. സിവിൽ എക്സാം ആണെങ്കിലും അതേപോലെ തന്നെ ഡിഫൻസിൻ്റെ എക്സാം ആണെങ്കിലും എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഡൗട്ടാണ് എക്സാം റിസൾട്ട് എപ്പോഴാണ് വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച്. അതേ രീതിയിൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരാൻ പോകുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ എന്തൊക്കെയാണ്, സ്റ്റേജ് 2 എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളും 2026 എയർഫോഴ്സ് XY മെഡിക്കൽ അസിസ്റ്റന്റ് ട്രേഡിലേക്ക് എക്സാം ചെയ്തൊരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. മുൻ വർഷങ്ങളിലെ എക്സാമും അതേപോലെ തന്നെ എക്സാം റിസൾട്ടിന്റെ അപ്ഡേറ്റും അനുസരിച്ചിട്ടാണ് നിങ്ങളുമായിട്ട് ഞാനൊരു എക്സാം ഡേറ്റ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. അവയർനെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ഏത് ഡിഫൻസ് ജോബിന് തിരഞ്ഞെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിലും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദി വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, എയർഫോഴ്സിന്റെ എക്സാം എന്തായാലും കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്ന 2 എക്സാമാണ് നേവി SSR MR MA അതേപോലെ തന്നെ ആർമി റാലിയുടെ എല്ലാ ട്രേഡിന്റെ എക്സാമും. ഈ 2 ഫോഴ്സിന്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2025 അപ്ഡേറ്റ് എടുത്താൽ ഇന്ത്യൻ നേവിയിലേക്ക് ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ ആൻഡ് ഡിഫൻസ് അക്കാഡമിക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എയർഫോഴ്സ് ആണെങ്കിലും പിന്നെ ആർമി ആണെങ്കിലും ആർമിയുടെ അപ്ഡേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം. ആർമിന്ന് മാത്രമല്ല, SSC ആണെങ്കിലും ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും ഏറ്റവും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടും നമ്മുടെ അക്കാഡമിയിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. ഈ തവണ വേക്കൻസി വളരെ കൂടുതലാണ് വന്നിരിക്കുന്നത്. നേവി ആണെങ്കിലും അതേപോലെ തന്നെ ആർമി ആണെങ്കിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തയ്യാറെടുക്കാൻ പറ്റുന്നതാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. നോക്കൂ കുട്ടികളെ, പറയുന്ന അപ്ഡേറ്റ് എല്ലാം തന്നെ മുൻ വർഷങ്ങളെ അപ്ഡേറ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എക്സാം കംപ്ലീറ്റ് ആയത് മാർച്ച് 30 ആൻഡ് 31 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ആൾറെഡി എക്സാം ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. ഏതിൻ്റെ ഡേറ്റാണ്? ഫോം ഫില്ലിങ്ങിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു. 1 ഇയർ ഏജ് റിലാക്സേഷൻ കൊടുത്തിരുന്നു. അപ്പോൾ മിക്ക കുട്ടികളും വിചാരിച്ചിരുന്നു എന്താണ് എയർഫോഴ്സിൻ്റെ എക്സാം ഡേറ്റ് നീട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സ് നീട്ടിയിട്ടില്ല. പ്രോപ്പർ ടൈമിൽ തന്നെ എക്സാം നടത്തി. പഠിച്ച കുട്ടികൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇനിയും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എക്സാം നല്ലപോലെ എഴുതിയ കുട്ടികൾക്കും നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്ഡേറ്റ് എല്ലാം പറഞ്ഞു തരാം, വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണണം. നോക്കൂ കുട്ടികളെ, മുൻ വർഷങ്ങളിലെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 ഇൻടേക്കിൻ്റെ അപ്ഡേറ്റ് ആണ് ഇവിടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നോക്കൂ, 02/2023 ഇൻടേക്കിൻ്റെ എക്സാം ഡേ 20 മെയ് ആയിരുന്നു. റിസൾട്ട് വന്ന് 15 ജൂണിനാണ്. 26 ഡേയ്സ് എടുത്തു റിസൾട്ട് വരാനായിട്ട്. പിന്നെ 01/2024 ഇൻടേക്കിൻ്റെ കാര്യം പറഞ്ഞാൽ എക്സാം ഡേറ്റ് 13 ഒക്ടോബർ, റിസൾട്ട് വന്ന് 9 നവംബർ. ടോട്ടൽ 27 ഡേയ്സ് എടുത്തു. ഇനി 01/2025 ഇൻടേക്കിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞ 17 മാർച്ചിനാണ്, റിസൾട്ട് വന്ന് 12 ഏപ്രിലിനാണ്. 26 ഡേയ്സിനുള്ളിൽ എക്സാം റിസൾട്ട് വന്നു. 02/2025 ഇൻടേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്സാം നടന്ന 16 നവംബറിന്, റിസൾട്ട് വന്ന് 19 ഡിസംബറിന്. ടോട്ടൽ 33 ഡേയ്സ് എടുത്തു. ഇനി നോക്കുക നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട്, 01/2026 ഇൻടേക്കും അതേപോലെ തന്നെ 02/2026 ഇൻടേക്കിനും ടോട്ടൽ ടൈം എടുത്തിരിക്കുന്നത് 46 ഡേയ്സ് ആൻഡ് 42 ഡേയ്സ് ആണ്. ഇവിടെ കുറച്ച് റീസൺ ഉണ്ട്, ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ലാസ്റ്റ് ഇൻടേക്കിന് മുൻപുള്ള അപ്ഡേറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ റിസൾട്ടും വന്നിരിക്കുന്നത് അറൗണ്ട്ലി 25 to 35 ഡേയ്സിനിടയിലാണ്. 26, 27, 26, 33 ഡേയ്സ്. അതിനുശേഷം ലാസ്റ്റ് 2 ഇൻടേക്ക് ആണെന്നുണ്ടെങ്കിൽ 40 to 50 ഡേയ്സിനിടയിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. ഈ 2 ഇൻടേക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ മുൻ വർഷത്തെ ഇൻടേക്ക് കണക്കല്ല. മുൻ വർഷത്തെ ഇൻടേക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിലായിരുന്നു കട്ട് ഓഫ് വരുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ഇൻടേക്കിന്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫും റെഡിയാക്കണം അവർക്ക്, അതേപോലെ തന്നെ ഓൾ ഇന്ത്യ വൈസും കട്ട് ഓഫും റെഡിയാക്കണം. അങ്ങനെ റെഡിയാക്കുമ്പോൾ കൂടുതൽ ടൈം വേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ടൈം ഇവിടെ എടുത്തത്. മനസ്സിലായ കുട്ടികളെ? അതിന് മുൻ വർഷങ്ങൾ എങ്ങനെയായിരുന്നു? ഓൾ ഇന്ത്യ ബേസിൽ ഒരു ഒറ്റ കട്ട് ഓഫ് അങ്ങ് റെഡിയാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ അധികം ടൈം എടുക്കത്തില്ല. അതുകൊണ്ടാണ് മുൻ വർഷത്തെ 4 ഇൻടേക്കിൽ 25 to 30 ഡേയ്സിനുള്ളിൽ റിസൾട്ട് വന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ വർഷത്തെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഏത് ഇൻടേക്കാണ്? 01/2027 ഇൻടേക്കിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞത് 2026 മാർച്ച് 30 ആൻഡ് 31 ആണ്. അപ്പോൾ ഈ ഒരു 40 to 45 ഡേയ്സിൻ്റെ അപ്ഡേറ്റ് അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം റിസൾട്ട് എന്തായാലും വരാൻ പോകുന്നത് മെയ് 10 അതുപോലെ തന്നെ 15 ഇടയിലായിരിക്കും. മെയ് 2nd വീക്കിനുള്ളിൽ എന്തായാലും നിങ്ങളുടെ റിസൾട്ട് വരുന്നതായിരിക്കും. ഇത്രയും ടൈം എന്തായാലും എടുക്കും കുട്ടികളെ. അപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുടെയൊക്കെ മനസ്സിലുള്ളൊരു ഡൗട്ടാണ് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് അല്ലേ. കാരണം ആൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന്. ഈ തവണ മുതലാണ് ഇന്ത്യൻ എയർഫോഴ്സ് ആദ്യമായിട്ട് ആൻസർ കീ ഔട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ കുട്ടികളും എന്തായാലും ചെക്ക് ചെയ്ത് കാണും. ഇന്നലെ വരായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റേജ് 2ലേക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ
നിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ട് എക്സ്പെക്റ്റഡ് റിസൾട്ട് ഡേറ്റ് എന്നാണെന്ന്. ഇനി നിങ്ങൾ അറിയേണ്ടത് സ്റ്റേജ് 2 പ്രിപ്പറേഷൻ അപ്ഡേറ്റ് ആണ്. കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കട്ട് ഓഫ് വീഡിയോ ആൾറെഡി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മുൻ വർഷങ്ങളിലെ കട്ട് ഓഫും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കുട്ടികളെ നിങ്ങൾ ഉടനെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും അതേപോലെ തന്നെ സ്റ്റേജ് 2 പ്രോസസ്സിലുള്ള SRTയുടെയും GDയുടെയും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് SRTയും അതുപോലെ തന്നെ GDയും. SRT എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്, GD എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ടെസ്റ്റ്. നിങ്ങളും സ്റ്റേജ് 2ലേക്കുള്ള പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആന ഡിഫൻസ് അക്കാഡമിയിൽ എയർഫോഴ്സ് സ്റ്റേജ് 2ന്റെ ഫുൾ പ്രിപ്പറേഷൻ നമ്മൾ ആൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കും. 1.6 കിലോമീറ്ററിൻ്റെയും അതേപോലെ തന്നെ സ്ക്വാഡ്സ്, പുഷപ്പ് എന്നീ ഇവന്റിൻ്റെയും ഫിസിക്കൽ ട്രെയിനിങ് ലഭിക്കും. അതേപോലെ തന്നെ SRT ആൻഡ് GDയുടെയും നിങ്ങൾക്ക് ക്ലാസ്സുകളും ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം, സ്പെഷ്യലി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കുട്ടികൾ. അതേപോലെ നിങ്ങളും 2026 ആർമി നേവിയിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടികളാണെങ്കിൽ, ആർമി എന്ന് പറയുമ്പോൾ അഗ്നിവീർ എന്ന കാറ്റഗറിയിലേക്കും പെർമനന്റ് എന്ന കാറ്റഗറിയിലേക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫോം ഫില്ലിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 10 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. GD, ട്രേഡ്സ്മാൻ, WMP, നഴ്സിംഗ് അസിസ്റ്റന്റ്, ടെക്നിക്കൽ ഓഫീസ് അസിസ്റ്റന്റ് എല്ലാ ട്രേഡിന്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓഫ്ലൈൻ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാവുന്നതാണ്. ഹോസ്റ്റൽ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. റണ്ണിംഗ് ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. രാവിലെ ഫിസിക്കൽ ട്രെയിനിങ്, അതിനുശേഷം ക്ലാസ്, പിന്നെ ഈവനിംഗ് ക്ലാസ്. അതേ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ എങ്കിൽ ഓൺലൈൻ, ഓഫ്ലൈൻ എങ്കിൽ ഓഫ്ലൈൻ. അതേപോലെ കുട്ടികളെ നേവി, SSR, MR, മെഡിക്കൽ അസിസ്റ്റന്റിന്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ലാസ്സിനോടൊപ്പം തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും ബാക്കി സ്റ്റൺ ട്രെയിനിങ്ങും എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലൈവ് ക്ലാസിന്റെ കാര്യം പറഞ്ഞാൽ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ഡീറ്റെയിൽ സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് താഴെ കാണാവുന്നതാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ ടീം ആൻഡ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മെന്റലി, ഫിസിക്കലി, അതേപോലെ തന്നെ അക്കാഡമിക്കലി. ഇനി ടൈം ഒട്ടും ലേറ്റ് ആക്കണ്ട, ഉടനെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങളും ഡിഫൻസ് ജോബിന് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ, ഡിഫൻസ് ജോബ് അപ്ഡേറ്റഡ് കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യുക. ഡിഫൻസ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിൽ ഇപ്പോൾ റൺ ചെയ്യുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസിൻ്റെ അപ്ഡേറ്റ് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. ഇതേ രീതിയിൽ ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.